ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ വരടിയം ഭാഗത്താണ്. ഇവിടെ ഒരു ഓയിൽ മില്ലിങ്ങാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അകത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാപനം വരുന്നത്. അപ്പോൾ ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പോൾ എത്ര നാളായി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ട്? ഇത് ഫെബ്രുവരി തൊട്ടിട്ട് തുടങ്ങിയത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2 മാസം അല്ലേ? 2 മാസമായിട്ടില്ല. ഫെബ്രുവരി അവസാനം മാർച്ച് ഒരു മാസം കഴിഞ്ഞു. ഒരു മാസം കഴിഞ്ഞു അല്ലേ? ഒരു മാസം ആയിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പോ ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചത്, ഓയിൽ മില്ല് തുടങ്ങാൻ തീരുമാനിച്ചത്? നല്ല ആൾക്കാർക്ക് നല്ല വെളിച്ചെണ്ണ എത്തിക്കണം എന്നുള്ള ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് എടുത്തത്? മിഷേ ഹബ്ബ് എന്നാണ് എടുത്തത്. അപ്പൊ നമ്മുടെ മിഷേ ഹബ്ബ് എന്നാണ് നമ്മുടെ ചേച്ചി ഇവിടെ ഓയിൽ മില്ലിന്റെ മെഷീൻസ് എല്ലാം തന്നെ എടുത്തിട്ടുള്ളത്. അതെന്തൊക്കെ മെഷീൻസ് എടുത്തിട്ടുണ്ടായിരുന്നത്? ഒന്ന് കൊപ്ര കട്ടർ എടുത്തിട്ടുണ്ട്, ഡ്രയർ, പിന്നെ എക്സ്പെല്ലർ അല്ലേ? ഇപ്പൊ ചേച്ചി എന്താ ചെയ്യേണ്ടിരുന്നത്? എണ്ണാട്ടായിരുന്നു അല്ലെ? അപ്പൊ ചെറിയൊരു ഓയിൽ മില്ലാണ് വരുന്നത്. ഇപ്പൊ ഇത്രയും ചെറിയൊരു സ്പേസിലാണ് ഇപ്പൊ നമ്മളിവിടെ ഓരോ ഓയിൽ മില്ല് ഇവിടെ ചേച്ചി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് ഇന്ദു എന്നാണ് ചേച്ചിയുടെ പേര് വരുന്നത്. അപ്പോ കഷ്ടിച്ച് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മെഷീൻ വരുന്നത്. എക്സ്പെല്ലർ മെഷീനാണ്, വലിയ മെഷീനാണ് ചേച്ചി എടുത്തിരിക്കുന്നത് അല്ലേ? അടിപൊളി മെഷീനാണ്. ഇതിലിപ്പോ എണ്ണയുണ്ടല്ലോ അല്ലെ? വെളിച്ചെണ്ണ ഉണ്ട്. ഇപ്പൊ നമുക്കിവിടെ കാണാം. ഇതിന് എത്ര ദിവസം എടുക്കും ഊർന്ന് വരാനായിട്ട്? 2 ദിവസം. 2 ദിവസം എടുക്കും ഊർന്ന് വരാനായിട്ട്. പാട്ടിയുള്ളൂ അല്ലെ? അപ്പൊ തെളിഞ്ഞ് വരാനായിട്ട് നമുക്ക് ഏകദേശം 2 ദിവസം എടുക്കും. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ നാളികേരം ഉണക്കുന്നതും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇപ്പൊ വേനൽക്കാലായി കാരണം നമ്മുടെ ഡ്രസ്സെല്ലാം ഉണക്കുന്നത് ഡ്രയറിലാണല്ലേ? ഇത് ഡ്രയർ വരുന്നത് അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ മെഷീൻസ് ഇവിടെ വരുന്നത്. ഒന്നത് ഡ്രയർ വരുന്നുണ്ട്, നമുക്കിവിടെ കാണാം. ഇതാണ് നമ്മുടെ ഡ്രയർ വരുന്നത്. ഇതുപോലെ നമുക്ക് ഇതിൽ കൊപ്ര ഉണക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മുടെ ഈ ഡ്രയറിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കൊപ്ര മാത്രമല്ല എല്ലാവർക്കും സാധനങ്ങൾ ഉണക്കാനായിട്ട് പറ്റും. പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, ഞങ്ങൾ എന്ത് സാധനവും നല്ല ക്വാളിറ്റിയിൽ ഉണക്കാനായിട്ട് പറ്റുന്നതാണ് നമ്മുടെ ഈ ഡ്രയറിന്റെ ഒരു പ്രത്യേകത വരുന്നത്. നമുക്കിവിടെ കാണാം. അതുപോലെ ട്രേ ആയിട്ടാണ് ഡ്രയർ വരുന്നത്. അപ്പൊ 10 തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത് അല്ലേ? 10 വർഷക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. എണ്ണയ്ക്കാണ് നല്ല സെയിലുണ്ട്. എണ്ണ അത്യാവശ്യം ആൾക്കാർ വന്ന് വാങ്ങിക്കുന്നുണ്ട്. ഒരു മാസം ആയപ്പോ തന്നെ ആൾക്കാരെ അറിഞ്ഞു വന്ന് വാങ്ങുന്നുണ്ടോ? ശരിക്കും അറിഞ്ഞിട്ടില്ല, എന്നാലും ഇങ്ങനെ ചെറുതായിട്ട് നമ്മള് ഫ്ലെക്സ് വെച്ചിട്ടില്ലല്ലോ, അതുകൂടി തോന്നുന്നു. നല്ലോണം മേടിക്കുന്നുണ്ട്. എല്ലാ ദിവസവും സെയിലുണ്ട്. ഡെയിലി സെയിലുണ്ട്. ഏതാ ഒരു മാസമായിട്ടുള്ള ചേച്ചിയുടെ ഈ സംരംഭം തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പൊ ഒരു വട്ടം മേടിച്ചവർ തന്നെ വീണ്ടും വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കാരണം നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ കൊടുത്ത ഒരു വട്ടം യൂസ് ചെയ്തവർ വീണ്ടും വീണ്ടും വാങ്ങുന്നതിനുള്ള തെളിവാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞത്. അപ്പൊ നമുക്കിവിടെ നാളികേരം ഉണക്കുന്നത് ഡ്രയറിലാണ്. അത് ഉണക്കി കഴിഞ്ഞാൽ അടുത്തത് എന്താ ചെയ്യാം? അടുത്തത് കട്ടറിൽ പൊടിക്കും. കട്ടറിൽ കട്ട് ചെയ്തെടുക്കും. അപ്പൊ ഈ എക്സ്പെല്ലറിൽ നമുക്ക് ആക്കാൻ വേണ്ടിട്ടാണോ കട്ട് ചെയ്തിടണം അല്ലേ? അപ്പൊ അതിന് വേണ്ടിയുള്ള കട്ടർ മെഷീനാണ് വരുന്നത്. പിന്നെ നമ്മുടെ എക്സ്പെല്ലറും അല്ലേ? ഇതിപ്പോ നമുക്ക് എത്രയൊക്കെ പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും ഈ ഒരു മെഷീൻ വെച്ചിട്ട്? 1 മണിക്കൂറിൽ 25 കിലോ. 1 മണിക്കൂറിൽ 25 കിലോ കൊപ്ര അല്ലേ? 1 മണിക്കൂറിൽ 25ഓളം കിലോ കൊപ്ര ആട്ടാൻ പറ്റുന്ന അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മളൊരു എക്സ്പെല്ലറാണ് വരുന്നത്. അപ്പോ ചെറിയൊരു സ്പേസിൽ ഇത്രയൊരു 3 മെഷീൻസ് വെച്ചിട്ടാണ് ഇവിടെ ഓയിൽ മില്ല് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു മാസം ആയിട്ടുള്ള ഓയിൽ മില്ല് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോ നമുക്ക് ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ആക്കാനായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ബ്രാൻഡിങ് ഒന്നും ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റിക്കർ അടിച്ച കുപ്പിയൊക്കെ ആക്കിയിട്ടുള്ളൂ അല്ലേ? ബ്രാൻഡിങ് ആക്കി ഇറക്കിയിട്ടില്ല. അപ്പൊ അത് ഉടനെ തന്നെ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നമുക്ക് ബോട്ടിൽ എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ കാണിക്കാനായിട്ട്? ഇതാണല്ലേ ബോട്ടിൽ വരുന്നത്. നമുക്കിവിടെ കാണാം. കൽപ്പം വെളിച്ചെണ്ണ അല്ലെ? കൽപ്പം വെളിച്ചെണ്ണ ഇവിടെ പേര് വരുന്നത്. ശ്രീ പ്രൊഡക്ട്സ് അല്ലെ? ശ്രീപത്മം പ്രൊഡക്ട്സ് എന്നാണ് ഇത് വരുന്നത്. ഇതിപ്പോ 1 ലിറ്റർ അല്ലേ? 1 ലിറ്ററിന്റെ വെളിച്ചെണ്ണയാണ്. നമുക്കിവിടെ കാണാം. നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണയാണ്. ആയതുകൊണ്ട് ഇത്രയും നല്ല ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ഒരു വട്ടം മേടിച്ചവർ വീണ്ടും വീണ്ടും വന്ന് മേടിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ നല്ല രീതിയിൽ ഒരു ഓയിൽ മില്ല് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഡ്രയറോ കട്ടർ മെഷീനോ അല്ലെങ്കിൽ എക്സ്പെല്ലറോ അങ്ങനെ എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ മെഷീൻ ഹബിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൽപ്പം വെളിച്ചെണ്ണ അത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വന്ന് വാങ്ങാം. അതുപോലെ തന്നെ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കൊറിയർ ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഞാൻ ചേച്ചിയുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് നൽകാവുന്നതാണ്.
ഇതിപ്പോ ഇവിടെ എത്രയാണ് 1 ലിറ്ററിന് വെളിച്ചെണ്ണ കൊടുക്കുന്നത്? കഴിഞ്ഞ ആഴ്ച വരെ 330 ഇപ്പൊ വില കൂടി 360 പറയണേ. പക്ഷെ നമ്മള് 340 വെച്ചിട്ട് കൊടുക്കണേ. 340. അപ്പൊ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും മാർക്കറ്റ് വിലക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കൊപ്രയുടെ ഒക്കെ വിലക്കനുസരിച്ച് വെളിച്ചെണ്ണയ്ക്ക് മാറ്റം ഉണ്ടാവും. ഇപ്പൊ 340 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്രയും ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ ആയതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട്. ഈ ആഴ്ച അടുത്ത ആഴ്ച 380 പറയുന്നത്. ചിലയിടത്തൊക്കെ ആക്കിന്നല്ലേ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ ഭയങ്കര വലിയ. അപ്പോ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ്. നമ്മുടെ എന്ത് കറി ഉണ്ടാക്കാനായാലും അത്ര അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് വെളിച്ചെണ്ണ. അപ്പൊ അത് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൽപ്പം വെളിച്ചെണ്ണ ധൈര്യമായിട്ട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ എവിടെ വരുന്നത് കറക്റ്റ് എന്ന് പറഞ്ഞു കൊടുക്കും? കൊളങ്ങാട്ടുകര കവിപ്പാലം, പുതിയ പാലം നിർമ്മാണത്തിന്റെ തൊട്ടടുത്ത്. തൃശ്ശൂര് കൊളങ്ങാട്ടുകര. കൊട്ടേക്കാട്. തൃശ്ശൂർ കൊളങ്ങാട്ടുകരയാണ് കറക്റ്റ് സ്ഥലം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് ക്വാളിറ്റിയിലുള്ള വെളിച്ചെണ്ണ ഇവിടെ നിന്ന് ഡയറക്റ്റ് മേടിക്കാം. അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൊറിയർ ചെയ്ത് മേടിക്കാൻ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഓയിൽമെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്ത് മെഷീൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെഷീൻ അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പൊ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.